ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 31. കൃഷ്ണേട്ട. അവർ വേപതുവോടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കുന്നയാളെ ഒന്ന് ദീനമായി നോക്കി. ഭദ്രൻ്റെയും പാർവതിയുടെയും കാര്യങ്ങൾ മേൽപ്പത്തൂരിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം ലക്ഷ്മി ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. തൻ്റെ മകൻ്റെയും പാർവതിയുടെയും ജാതകത്തിലെ പാപസാമ്യങ്ങൾ ഇത്രയും അനുകൂലമായി എങ്ങനെ ഒത്തുവന്നെന്നായിരുന്നു ലക്ഷ്മിയുടെ ചിന്ത മുഴുവനും. തിരുമേനി പറഞ്ഞത് മുഴുവനും നീയും കേട്ടതല്ലേ? അപൂർവമായിട്ട് മാത്രമേ ഇത്രയും പൊരുത്തമുള്ള ജാതകങ്ങൾ കിട്ടാറുള്ളൂ. അതും പറഞ്ഞെഴുതിച്ച പോലെയല്ലേ ഇരുവരിലുമുള്ള പാപസാമ്യങ്ങൾ. 19 വയസ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ അവളുടെ വിവാഹം നടക്കണം. അല്ലെങ്കിൽ എൻ്റെ പാറുവിനൊരു മംഗല്യയോഗം അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയല്ല ലക്ഷ്മി. അയാൾ വണ്ടി മുൻപോട്ടേക്ക് ഓടിച്ചുകൊണ്ട് തന്നെ അരികിലിരുന്ന ലക്ഷ്മിയോട് ഗൗരവത്തിൽ പറഞ്ഞു. ഏട്ടാ, പാർവതിമോൾ എൻ്റെ മകളായിട്ട് വീട്ടിൽ വരുന്നതിന് മറ്റൊരു സന്തോഷം എനിക്കില്ല. പക്ഷേ അവൾ കുഞ്ഞല്ലേ. 11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവർ രണ്ടുപേരും തമ്മിൽ. അതുമാത്രമല്ല, എൻ്റെ മകന് ഒരു രണ്ടാം കെട്ടുകാരനല്ലേ. അവസാന വാക്യം പറഞ്ഞപ്പോൾ അവരുടെ ചുണ്ടുകൾ സങ്കടം കൊണ്ട് വിറപൂണ്ടിരുന്നു. എൻ്റെ കൊച്ചുമോൾക്കൊരു ദോഷം വരുന്നത് ഞാൻ ഒരിക്കലും ചെയ്യില്ല ലക്ഷ്മി. ഭദ്രൻ്റെ പായവും ആദ്യ കല്യാണവും ഞാനിവിടെ ഒരു കുറവായിട്ട് കാണുന്നില്ല. പാർവതിയെപ്പോലെ തന്നെയാണ് എനിക്കവനും. അത് പറയുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ച മട്ടായിരുന്നു അയാളിൽ. ഏട്ടാ, ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇവിടെ അതല്ലല്ലോ പ്രശ്നം. മക്കള് സമ്മതിക്കുമോ? അതുമാത്രമല്ല, നേരിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ അടികൂടുന്നവരാ. ഒരു ജാതകത്തിൻ്റെ പേരും പറഞ്ഞ് അവരെ ഒരുമിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുമോ? ലക്ഷ്മിക്ക് അക്കാര്യത്തിലായിരുന്നു ആശങ്ക മുഴുവനും. നന്ദന മരിച്ചതിന് ശേഷം ഇത്രയും വർഷങ്ങളായിട്ടും അവളുടെ ഓർമ്മയിൽ തന്നെ ജീവിക്കുന്ന തൻ്റെ മകന് മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കുക എന്നത് വളരെ ദുർഘടം പിടിച്ച പണിയാണ്. കല്യാണം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടി പാർവതിയാണെന്ന് കൂടി അറിഞ്ഞ പിന്നീട് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആ മഹാദേവന് മാത്രമേ അറിയുള്ളൂ. അവരുടെ അമ്മ മനസ്സ് പലതരത്തിലുള്ള മാനസിക വ്യതകളാൽ ഉഴറി. പറ്റണം ലക്ഷ്മി, നീ മഹാദേവനായിട്ട് എനിക്ക് കാണിച്ചു തന്ന വഴിയാണിത്. ഇത് നടക്കണം, നടന്നേ പറ്റൂ. കാരണം നമ്മുടെ 2 മക്കളുടെയും വേദനിക്കുന്ന ജീവിതം തന്നെയാണ് അതിനുള്ള തെളിവ്. അദ്ദേഹം നിഷേധമെന്ന് പറഞ്ഞിട്ടും കൂട്ടിവെച്ചത് നമ്മളല്ലേ. എന്നിട്ടെന്തായി? ഭദ്രനൊരു ജീവിതം ഉണ്ടായോ? എൻ്റെ വിമലയ്ക്കൊരു ജീവിതം ഉണ്ടായോ? ഇനിയും മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവരുടെ ജീവിതത്തെ അറിഞ്ഞുകൊണ്ട് തകർക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇക്കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. എൻ്റെ പിള്ളേർ വരും കാലങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഇപ്പോഴുള്ള അവരുടെ അനിഷ്ടങ്ങളെ കണ്ടില്ല എന്ന് തന്നെ നടിക്കണം. മംഗലശ്ശേരി തറവാട്ടിലെ കാരണവരുടെ ശബ്ദം ആ കാറിൽ മുഴങ്ങിക്കേട്ടു. കൃഷ്ണൻ എന്തൊക്കെയോ മുന്നിൽ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ലക്ഷ്മിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായതിനാൽ അവർ പിന്നീട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുവാനായി പോയില്ല. അവർക്കാകെ ഭയം തോന്നി. ഭദ്രനും പാർവതിയും പഴയ കാലത്തെ കുട്ടികളല്ല. വിവരവും വിദ്യാഭ്യാസവും ആവോളം ഉള്ളവരാണ്. പോരാത്തതിന് പാർവതി സിറ്റിയിൽ ജനിച്ചു വളർന്ന കുട്ടിയും. വരും നാളുകളിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ള പേടികൊണ്ട് അവരിൽ മൗനം നിറഞ്ഞു. കൃഷ്ണേട്ടാ. പേടിയോടെ വിളിച്ചവളെ അയാൾ സംശയത്തോടെ തലചെരിച്ചു നോക്കി. വിവാഹക്കാര്യം ഭദ്രനോട് ഏട്ടൻ തന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കുമോ? എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അവർ ഒട്ടൊരു വേദനയോടുകൂടി പറഞ്ഞു. നമുക്ക് നോക്കാം. തൽക്കാലം ഇക്കാര്യം പിള്ളേരിൽ നിന്ന് രഹസ്യമാക്കി വെച്ചേക്ക്. കൃഷ്ണൻ നായർ അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് ലക്ഷ്മി തലയാട്ടി സമ്മതം നൽകി. പാറു. ഭദ്രൻ്റെ കൂടെ കോളേജിലേക്ക് പോകുവാനായി താല്പര്യമില്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം ഒരുങ്ങുവാൻ താമസിക്കുന്നവളെ കൃഷ്ണൻ നായർ ഇത്തിരി ഗൗരവത്തിൽ തന്നെ വിളിച്ചു. എന്താ മുത്തശ്ശ? ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നവൾ പൊടുന്നനെ കഴുപ്പ് നിർത്തി അയാൾക്ക് നേരെ മുഖം ഉയർത്തി നോക്കി. വേഗം കഴിച്ചിട്ട് ഭദ്രൻ്റെ കൂടെ കോളേജിൽ പോകാൻ നോക്ക്. വെറുതെ രാമനെ ശല്യപ്പെടുത്തണ്ട. എനിക്ക് പുറത്തു പോകാനുള്ളതാ. അയാൾ അവൾക്ക് മുൻപിലായി ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ശരി മുത്തശ്ശ. അവൾ ഉള്ളിലുള്ള ഭയം പുറത്തു കാട്ടാതെ മുഖം കുനിച്ചിരുന്നു കൊണ്ട് തന്നെ തലയാട്ടി സമ്മതിച്ചു. എങ്കിലും വേഗമായിക്കോട്ടെ. കൃഷ്ണൻ അത് പറഞ്ഞിട്ട് സ്വന്തം മുറിയിലേക്ക് കയറിയതും
അവൾ ഇത്തിരി നീരസത്തോടെ വേഗത്തിൽ പാത്രത്തിലുള്ളത് കഴിച്ചു തീർക്കുവാൻ ശ്രമിച്ചു. അങ്ങേരുടെ കൂടെ പോകുന്നതിലും ഭേദം ഇല്ലാതാവുന്നതാ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവൻ, അഹങ്കാരം പിടിച്ചവൻ. എന്തൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല. ഭദ്രനോടുള്ള ദേഷ്യം മുഴുവനും ആഹാരത്തിന് മേൽ തീർത്തതിനാൽ അത് മുഴുവനും അവൾ വളരെ വേഗത്തിൽ തന്നെ കഴിച്ചു തീർത്ത് എഴുന്നേറ്റു. കൈ കഴുകി ബാഗുമെടുത്ത് ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കേട്ടു പടിപ്പുരയ്ക്ക് മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന ഭദ്രൻ്റെ കാറിൻ്റെ ഹോണടി. വരുന്നു എന്ന് മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. പോകുന്ന വഴിക്ക് മുറ്റത്ത് നിൽക്കുന്ന നാരായണിയെയും വിവനയിൽ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുവാനും പെണ്ണ് മറന്നില്ല. ഞാൻ നിന്റെ ഡ്രൈവറാണോ എന്നും ഇങ്ങനെ കാത്തുകെട്ടി കിടക്കാൻ? അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കേട്ടു ഭദ്രൻ്റെ ഒച്ച താഴ്ത്തിയുള്ള മുരൾച്ച. പറ്റില്ലായിരുന്നെങ്കിൽ സാറിന് പൊയ്ക്കൂടായിരുന്നോ? ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ടി കാത്തുകെട്ടി കിടക്കാൻ? അവനോടുള്ള ഉള്ളിലുള്ള അമർഷം അറിയാതെ തന്നെ അവളിൽ നിന്നും പുറത്തേക്ക് ചാടി. നിന്നെയൊക്കെ കൊണ്ടുപോകുന്ന എന്നെ പറഞ്ഞാൽ മതി. ഭദ്രൻ അവൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തത് ഡ്രൈവിങ്ങിലായിരുന്നു. കാറ്റിൻ്റെ വേഗതയിൽ മുന്നോട്ടേക്ക് പായുന്ന കാറിൽ അവൾ സീറ്റ് ബെൽറ്റ് മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നു. ഇങ്ങേരിത് ആർക്ക് വയറുവേദനയ്ക്കുള്ള ഗുളിക വാങ്ങാൻ പോവുകയാണോ എന്തോ. പിറുപിറുത്തതാണെങ്കിലും പേടി കൊണ്ട് പാർവതിയുടെ ശബ്ദം ഇത്തിരി ഉയർന്നതിനാൽ അടുത്തിരിക്കുന്ന മാരാർ അത് വ്യക്തമായി കേട്ടു. നിന്റെ കുഞ്ഞമ്മയുടെ നായർക്ക്. പാറു ഇരിക്കുന്നിടത്തെ തലതിരിച്ചു നോക്കിയിട്ട് അവൻ ദേഷ്യത്തോടെ പല്ല് കടിച്ചു. എനിക്ക് കുഞ്ഞമ്മയില്ല, നിങ്ങൾ വേണേ നിങ്ങളുടെ കുഞ്ഞമ്മയ്ക്ക് വാങ്ങിക്കൊട്. മുഖം വെട്ടിച്ചുകൊണ്ട് പറയുന്നവളുടെ മുഖത്തേക്ക് തീ പാറുന്ന കണ്ണുകളാൽ അവനൊരു നോട്ടം നോക്കി. അതൊന്നും മതിയായിരുന്നു പാർവതിക്കും. അവൾ മുഖം കുനിച്ചുകൊണ്ട് മൗനമായിട്ടിരുന്നു. പേടി, വെറും പേടി. ആനയുടെ ശരീരം വെച്ചുകൊണ്ട് നടക്കുന്നവൻ്റെ ഒരു കൈ തൻ്റെ ശരീരത്തിൽ പതിഞ്ഞാൽ മതി താൻ വെറും സ്റ്റിക്കറാവും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുള്ളതിനാൽ അവൾ മനഃപൂർവ്വം പിന്നീട് അവനെ ഞോണ്ടാൻ പോയില്ല. എന്നാലും മനസ്സിലൊരു 100 വഴക്ക് അവളെക്കൊണ്ട് പറ്റുന്നത് പോലെ വിളിക്കുന്നുണ്ടായിരുന്നു താനും. പാറുവിന് 19 വയസ്സ് കഴിയുവാൻ ഇനിയും 5-6 മാസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ. നാരായണി അതും പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയിരുന്നവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. മേൽപ്പത്തൂർ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ വിമലയോടും തറവാട്ടമ്മയോടും സംസാരിക്കുവാനായി മംഗലശ്ശേരിയിലേക്ക് ചെന്നതായിരുന്നു ലക്ഷ്മി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? എന്താണെങ്കിലും നടത്തിയല്ലേ പറ്റൂ. അത് ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ പറഞ്ഞാലും ഇക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണൻ നായർ അയാളുടെ അഭിപ്രായം പറഞ്ഞു. പിള്ളേര് സമ്മതിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. വിമലയുടെ മുഖവും ഇത്തിരി ആശങ്കയിലായിരുന്നു. സമ്മതിപ്പിക്കണം മോളെ. ഇന്നവരുടെ വാശി കണ്ട് നാം ഒഴിഞ്ഞു മാറിയാലേ നാളെ അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മൾ നോക്കുകുത്തികളെ പോലെ നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ടി വരും. അയാൾ അത്രയും പറഞ്ഞതിന് ശേഷം ഉമ്മറത്തിണ്ണയിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി. ഈ മാസം ഇങ്ങനെ പോട്ടെ, നമുക്ക് പതിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം അവരെ. പടിപ്പുരയുടെ നേർക്ക് നടക്കുന്നതിന് മുൻപ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇത്രയും പറഞ്ഞ അയാൾ ശേഷം കാലുകൾ മുന്നോട്ടേക്ക് നീക്കി. മാതാ. ക്ലാസ് മുറിയിലേക്ക് ചെന്നതും പാർവതി കാണുന്നത് പരസ്പരം വഴക്കുകൂടുന്ന ചാരുവിനെയും റോഷനെയാണ്. ആ, നീ വന്നോ? ദേ ഇതിനോട് പറ ഒന്ന് മര്യാദയ്ക്കിരിക്കാൻ, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരി എൻ്റെ കൈയുടെ ചൂടറിയും. റോഷൻ ആക്രോശിച്ചുകൊണ്ട് വീണ്ടും അവളുടെ നേർക്ക് കൈ തുടങ്ങിയപ്പോഴേക്കും പാർവതി ഓടിച്ചെന്ന് അവൻ്റെ കൈകളിൽ കയറി പിടിച്ചിരുന്നു. എന്തടാ ഇത്, ഒരുമാതിരി LKG പിള്ളേരെ പോലെ. അവൾ ചാരുവിനെ തട്ടി മാറ്റിക്കൊണ്ട് അവർക്കിരുവരുടെയും നടുവിലായി ചെന്നിരുന്നു. ഇനിയും ഒരു വഴക്ക് വേണ്ടെന്ന രീതിയിൽ. അപ്പോൾ തുടരും കേട്ടോ. അടുത്ത പാർട്ടിനുമായി നാളെ വരുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചിട്ട് പോണേ.